ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കായ് പോളയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ 4 പഴം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നട്ട്സാണ്. ഞാൻ ഇവിടെ കാഷ്യൂ നട്ട്സും ബദാമും പിസ്തയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമായിട്ടും യൂസ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഒന്ന് പൊരിച്ചെടുക്കാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് ആവശ്യമുള്ള ഓയിലൊരു പാനിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ പഴം 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഓയിലിലേക്ക്. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ പഴം നമുക്ക് വൃത്തിക്ക് കിട്ടില്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയ പോലെ ഉണ്ടാവാൻ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സർ എടുത്തിട്ട് നമുക്കതിലേക്ക് 4 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പാണ്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണേൽ പൊടിച്ചിട്ടിടുക, അതിൻ്റെ ആവശ്യമില്ല, നമ്മളിതിപ്പോൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത പഴത്തിലേക്ക് നമുക്ക് ഈ മിക്സ്ചർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ച് നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവണം, അതുവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കുക്കറിലാണ്. ഞാൻ കുക്കറിന് അടിയിലൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മേലെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ വിസിലെടുത്ത് കളയണം, വിസിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്കൊരു 1/2 മണിക്കൂർ വെക്കാം. 1/2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരും. ഇല്ലെങ്കിൽ തുറന്ന് നോക്കിയിട്ടായിട്ടില്ലേ ഒന്നും കൂടി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കായ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.